ഹായ് ഫ്രണ്ട്സ്, ഈ അസർകാരത്തൂർ ഓട്ടോമാറ്റിക് ഗാരേജ്. നമ്മുടെ ഗാരേജിനകത്ത് ഒരു ജുപ്പിറ്റർ 125 BS6 വണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്ത് വന്നിട്ടുള്ളത് വെച്ചാൽ വണ്ടിക്ക് ഭയങ്കര വൈബ്രേഷൻ ആണ്. ആകെ കിലോമീറ്റർ ഇതിൽ 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസൊക്കെ കഴിഞ്ഞ്, പക്ഷെ എന്നാലും ഇത് വൈബ്രേഷൻ, ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷൻ ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലച്ചൊക്കെ അയച്ചു, പുള്ളിയൊക്കെ നോക്കി, ഇതിൻ്റെ ക്ലച്ച് ഷോക്ക് അയച്ച് ക്ലീൻ ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തു. ഇതിനകത്തൊന്നും കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നും വന്നില്ല. വർക്കിങ്ങൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രമ്മ് ഒന്നും യാതൊരു പ്രോബ്ലം ഇല്ല. അത് കഴിച്ചൊന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതാണ്. ഇത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്ക് ചെറിയ വൈബ്രേഷൻ പ്രോബ്ലം ഉണ്ടെന്നാണ് കമ്പനി അതുപോലെ തന്നെ സർവീസ് സെൻ്ററിൽ നിന്നൊക്കെ കിട്ടിയൊരു അറിവ്. അങ്ങനെ ഇത് ആദ്യം ഒരു ബെൽറ്റ് വാങ്ങി. അപ്പോൾ ഈ ബെൽറ്റ് വന്നിട്ടുള്ളത് 110 ആണ്. അപ്പോൾ പുതിയ വണ്ടികൾ വന്നിട്ടുള്ള 110 BS6 വന്നിട്ടുള്ള ബെൽറ്റാണ്. ഇതിൻ്റെ നമ്പർ ഇത് ഒരുപാട് വ്യത്യാസമുണ്ട്. കണ്ടില്ല, ഇതിൻ്റെ ലെങ്ത്തും വ്യത്യാസമുണ്ട്, അതുപോലെ ഇതിൻ്റെ വീതിയിലും എടുത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പാർട്ട് നമ്പർ വന്നിട്ട് 110 വന്നിട്ടുള്ളത് K6070 460 വന്നിട്ടുള്ളത്. BS6 വന്നിട്ടുള്ളത് 125 വന്നിട്ടുള്ളത് K2070 230. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഇതിൻ്റെ വിലയിലും ഡിഫറൻ്റ് ഉണ്ട്. 110 വന്നിട്ടുള്ളത് 854 രൂപയാണ്. ഇതിന് വന്നിട്ടുള്ളത് 750 രൂപയാണ്. 125 റേറ്റ് കുറവാണ്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. 125 ഇടണം. ഇതാണ് ഓൾഡ് ഉള്ളത്, ഇത് ന്യൂ. അപ്പോൾ ഇതിനകത്തുള്ള ചേഞ്ച് വന്നിട്ടുള്ളത് ഇതാണ്. ഇതിനകത്ത് വണ്ടിയിൽ ഉണ്ടായിരുന്ന വെയിറ്റ് റോളർ, ഈ വെയിറ്റ് റോളർ എന്ത് ചെയ്യണോ, പുതിയ ഒരു മോഡിഫിക്കേഷൻ വരുത്തി കൊണ്ട് കമ്പനി തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇല്ലേ, ഇതിനകത്ത് വന്നിട്ടുള്ള പിങ്ക് കളർ, ഇത് ബ്ലാക്ക് കളറാണ്. ഇതിനകത്തുള്ള വെയിറ്റിൽ ഒരു ചെറിയ മാറ്റം വരുത്തി കൊണ്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഒരു ഉള്ളിലുള്ള ഇതും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഉണ്ടല്ലോ, ചെറിയ സ്പേസ്, ഹോളിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഹോള് ഇത് ഓൾഡ് ഉള്ളത് ചെറുതുമാണ്, ഇത് കുറച്ച് വലുതുമാണ്. അപ്പോൾ വെയിറ്റിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള പാർട്ട് നമ്പർ വന്നിട്ടുള്ളത് K2070 250. പുതിയ ഒരു അത് മോഡിഫൈ ചെയ്ത് വന്നതാണ്. അപ്പോൾ അത് വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റിൻ്റെ വേരിയേറ്ററിൻ്റെ ബോഡി കാര്യങ്ങളൊന്നും അത് മൊബൈൽ ഡ്രൈവ് ഒന്നും ഒരു കുഴപ്പമില്ല, കറക്റ്റാണ്. ഫിറ്റിങ്സ് ഇത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിക്കാം. ഓക്കെ, ഈ വേരിയേറ്റർ ബോഡിയിൽ നമ്മൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അയക്കുമ്പോഴൊക്കെ ചില ഇത് കാണാറുണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടലുണ്ട്. ശരിക്കും ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ തന്നത് ഈ ഒരു കവറിങ് ഉള്ള ഭാഗം ഈ ഭാഗത്തേക്ക് വരണം. എന്നുവെച്ചാൽ ഇത് റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഈ ശരിക്കും ഇതിങ്ങനെ ലോഡ് ചെയ്തിട്ട് ഈ ഭാഗത്തേക്കാണ് ഇതിൻ്റെ ലോഡ് വരിക. അപ്പോൾ ഈ ഭാഗം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കവർ ഈ ഭാഗത്തേക്കായിട്ട് ഇടണം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം ഇതിൻ്റെ പൊസിഷൻ വേണം ഇടേണ്ടത്. ഇതിങ്ങനെ റൊട്ടേഷൻ വരുമ്പോൾ ലോഡ് ഇങ്ങോട്ടാണ് വരിക, നേരെ ഇങ്ങോട്ട് വരും, ഈ ഭാഗത്തേക്ക് വരില്ല, ഈ ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെ എപ്പോഴും കവറിങ് ആയിട്ടുള്ള ഭാഗം ഇടുന്നതാണ് അതിൻ്റെ ശരിയായ ഒരു വശം എന്നാണ് മനസ്സിലാക്കുന്നത്. വശമാണ്. ബെൽറ്റ് വന്നിട്ടുള്ളത് ഇതാണ്. ഈ നമ്പർ ഇതിനകത്തുണ്ട്, K202 730, K2070 230. ഈ നമ്പറിലുള്ള ബെൽറ്റിനെ ഇടാൻ ശ്രമിക്കുക. ഒറിജിനൽ ബെൽറ്റിനെ ഉപയോഗിക്കുക.
ഇതിൻ്റെ ത്രെഡ് വന്നിട്ടുള്ളത്, ക്രാങ്കിൻ്റെ ത്രെഡ് വന്നിട്ടുള്ളത് സാധാ നോർമൽ ത്രെഡ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ള, അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മളെ ഓൾഡ് ജുപ്പിറ്ററിനകത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ത്രെഡ് വരിക. ഇത് ക്ലോക്ക് വൈസ് തന്നെ സാധാ നോർമൽ ത്രെഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബെൽറ്റ് ഇങ്ങോട്ട് വലിച്ചു പിടിച്ച് ചെയ്യണം. എന്ന് വെച്ചിട്ട് ഇത് പുറത്തേക്ക് തള്ളി വരും. ഇവിടെ ഇതിലിങ്ങനെ ഊരെടുക്കാം. അപ്പോൾ അതിനെ നോക്കി നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് തിരിയാതിരിക്കാൻ ശ്രമിക്കുക. ഇത് പരമാവധി ടൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് മെഷീൻ എടുത്തിട്ട് അപ്പോൾ നമ്മൾ ബെൽറ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഉള്ളിൽ പിടിക്കണം, ഉള്ളിൽ പുറത്തേക്ക് വരും. ഓക്കെ, വലിച്ചു പിടിച്ചിട്ട് ക്ലച്ച് ഇടാം. ഓൾഡ് ജുപ്പിറ്ററിനകത്ത് നമ്മൾ പിടിക്കുമ്പോൾ എപ്പോഴും ഇതിന് ത്രെഡ് പോകാൻ സാധ്യതയുണ്ട് ഗണ്ണില്. അപ്പോൾ ഇതിന് കുഴപ്പമില്ല, നോർമൽ കുറച്ചും കൂടെ ഹാർഡാക്കിയിട്ട് ഉള്ള ത്രെഡ് ഉണ്ട്. ഓക്കെയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, വണ്ടിയുടെ ക്ലച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇതിനകത്തുള്ള അതിൻ്റെ കാര്യങ്ങൾ വീഡിയോക്കകത്ത് ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു.